വാർത്തകൾ തുടർന്നു. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ദ്വാരപാലക കേസിലും കട്ടിളപ്പാളി കേസിലും ജാമ്യം അനുവദിച്ചു. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞതോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. സ്വർണ്ണ കവർച്ചയിൽ ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. ദ്വാരപാലക കേസിലും കട്ടിളപ്പാളി കേസിലുമാണ് ഇപ്പോൾ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ദ്വാരപാലക കേസിലും കട്ടിളപ്പാളി കേസിലുമാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞതോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വർണ്ണ കവർച്ചയിൽ ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, അങ്ങനെ ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഇപ്പോൾ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മുരാരി ബാബുവിന് SIT അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ചാർജ് ചെയ്ത 2 കേസുകളിലും ജാമ്യം ലഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിധി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അതായത് മുരാരി ബാബു മാനേജരായിരുന്ന സമയത്ത്, ശബരിമല മാനേജരായിട്ടിരുന്ന സമയത്താണ് അവിടെ ഈ 2019 ദ്വാരപാലക ശില്പങ്ങളുടെ മുകളിലുള്ള ചെമ്പ് പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോയതും സ്വർണം പൂശിയ ചെമ്പ് പാളികൾ എന്നതിന് പകരം വെറും ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തിയതിൽ മുരാരി ബാബുവിന് പങ്കുണ്ടായിരുന്നു എന്നായിരുന്നു ഒരു കണ്ടെത്തൽ. രണ്ടാമത്തെ കണ്ടെത്തൽ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട സ്വർണം പൂശിയതിലും വലിയ തരത്തിൽ കൊള്ള നടന്നിട്ടുണ്ട്, അതിലും മുരാരി ബാബുവിന് പങ്കുണ്ടെന്നായിരുന്നു. ഈ 2 കേസുകളിലും ആണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം കിട്ടി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ 2 കേസുകളുടെയും അറസ്റ്റ് കഴിഞ്ഞ് 90 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് സ്വാഭാവികമായും ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുരാരി ബാബുവിൻ എന്ന് പുറത്തിറങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായും ഒരു വ്യക്തത വന്നിട്ടില്ല. അല്പസമയത്തിലുള്ള മാത്രമേ ഈ സംബന്ധിച്ചുള്ള വിധിയുടെ പകർപ്പ് ലഭിച്ചാൽ മാത്രമേ മുരാരി ബാബുവിന്റെ കാര്യത്തിൽ ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മറ്റ് ആളുകളുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒപ്പം തന്നെ N വാസുവിന്റെയും പത്മകുമാറിന്റെ ഉൾപ്പെടെയുള്ള ജാമ്യാപേക്ഷകൾ പരിഗണനയിൽ വന്നിരുന്നെങ്കിലും ആ ജാമ്യങ്ങൾ തള്ളുകയായിരുന്നു. ജാമ്യം ലഭിച്ചിരുന്ന അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു. അത് കട്ടിളപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു. 90 ദിവസം കഴിഞ്ഞതിനെ തുടർന്നാണ് സ്വാഭാവികമായ ഒരു ജാമ്യം ലഭിച്ചത്. ഇതും അത്തരത്തിൽ കേസ് ചാർജ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ മുരാരി ബാബുവിന് 2 കേസുകളിലും ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഒന്ന് സ്വർണ്ണപ്പാളി വിഭാഗത്തിലും രണ്ടാമത്തേത് കട്ടിളപ്പാളി വിഭാഗത്തിലുമാണ്. ഇതിൽ ചെമ്പ് പാളികളിൽ സ്വർണം പൂശി എന്ന കേസ്, ഒപ്പം തന്നെ കട്ടിളപ്പാളികളിലെ ചെമ്പിൽ സ്വർണം പൂശി, ഈ 2 കേസുകളിലും മുരാരി ബാബു പ്രതിയായിരുന്നു. ഈ 2 കേസുകളിലുമാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചതായി പറയുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലെത്തിച്ചത് 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു. തുടർന്ന് കുറ്റപത്രം സമർപ്പിക്കാത്ത ഒരു സാഹചര്യം കൂടി വന്നതുകൊണ്ടാണ് മുരാരി ബാബുവിനെ പുറത്തിറങ്ങാൻ ഒരു അവസരം ലഭിച്ചിരിക്കുന്നത്. ഈ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നവരിൽ ആദ്യമായി പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യത മുരാരി ബാബുവിനാണെന്നുള്ള വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മറ്റു തരത്തിലുള്ള എതിർപ്പുകളോ ഒന്നും തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തില്ലാതെയും മറ്റ് കേസുകൾ ചാർജ് ചെയ്യാതിരിക്കാൻ ചെയ്ത ഒരു പക്ഷേ മുരാരി ബാബുവിന് പുറത്തിറങ്ങാൻ കഴിയും എന്നാണ് നിയമവിദഗ്ധരും പറയുന്നത്. എന്തായാലും വലിയ താമസം ഇല്ലാതെ തന്നെ മുരാരി ബാബുവിന് പുറത്തിറങ്ങാൻ കഴിയും എന്ന് ചില നിയമവിദഗ്ധരും പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് വിധിയുടെ പകർപ്പ് ലഭ്യമായാൽ മാത്രമേ പൂർണ്ണമായി എന്താണ് കോടതിയുടെ നിരീക്ഷണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തത നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ശരി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ദ്വാരപാലക കേസിലും അതുപോലെ തന്നെ കട്ടിളപ്പാളി കേസിലുമാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞതോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സ്വർണ്ണ കവർച്ചയിൽ ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല